ആ പുതിയ ഫോൺ എടുത്തു. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആണ്. ഐടെല്ലിൻ്റെ ഒരു ഫോണാണിത്. അതിന് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഫോൺ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൻ മറക്കരുത്. ഈ ഫോൺ ഞാൻ എടുക്കാനായ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ജിയോൻ്റെ ഒരു സിമ്മും കൂടി ഉണ്ട്. അപ്പോൾ അത് ഇടാൻ പറ്റുന്ന ഒരു 4G ഫോൺ വേണം. അപ്പോൾ എന്നാൽ കുറച്ച് പൈസയ്ക്ക് എനിക്ക് അതിൻ്റെ യൂസേജും ഇല്ല, ഞാൻ ഐഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിലാണ് ഞാൻ ഈ ഫോൺ എടുക്കേണ്ടി വന്നത്. അപ്പോൾ ഇതിലെല്ലാ സിമ്മുകളും വർക്ക് ചെയ്യും. 4G 3G ആൻഡ് 2G സിമ്മുകൾ വർക്ക് ചെയ്യും. അപ്പോൾ ഇത് ഓർഡർ ചെയ്ത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ, ഐടെൽ മാജിക് 4G എന്ന് പറഞ്ഞിട്ട്. ഇതുകൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞത് വളരെ വലുത് തന്നെയാണ്. നമുക്ക് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറഞ്ഞ പോലെ ഇതിന് വന്നിട്ടുള്ള വില ഇവിടെ ഞാൻ കാണിച്ചു തരാം. 3199 രൂപയാണ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ വന്നിട്ടുള്ളത്. ഇതിൽ 64 MB റാമും 128 MB റോമുമാണ് വന്നിട്ടുള്ളത്. സിംഗിൾ കോർ 1GH2 ആണ് ഇതിൻ്റെ പ്രോസസ്സർ വന്നിട്ടുള്ളത്. പിന്നെ ഒരു ക്യാമറ ഉണ്ട്. ക്യാമറ ഞാൻ എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ ഫസ്റ്റ്, എന്നിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരുന്നുണ്ട് ക്യാമറയുടെ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത് 2.1 ഇഞ്ചാണ്. 2.4 ഇഞ്ചാണ് ഡിസ്പ്ലേ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വന്നത് 1900 mAh ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞില്ലേ, മറ്റേ 4G 3G 2G എല്ലാം സപ്പോർട്ടാവും. ഇതിൻ്റെ ഒപ്പം ബോക്സിനകത്തുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഹാൻഡ്സെറ്റ് ഉണ്ട്, അതുപോലത്തെ ചാർജർ ഉണ്ട്, ഹെഡ്ഫോൺ ഉണ്ട്, ഒരു ബാറ്ററി വന്നിട്ടുണ്ട്. ബാറ്ററി ഇല്ലാതെ ഫോൺ വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ഓൺ ചെയ്യാം. ബാറ്ററി ഇട്ടിട്ട് ഞാനൊന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. നെക്സ്റ്റ് വന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് വന്നിട്ടുള്ളത്. ബാറ്ററി, അതുപോലെ ഹെഡ്സെറ്റ് ഉണ്ട്, ചാർജർ ഉണ്ട്. ഓക്കെ, ഹെഡ്സെറ്റ് ഒരു ക്വാളിറ്റി ഉള്ള ഹെഡ്സെറ്റ് തന്നെയാണ്, വലിയ കുഴപ്പമില്ല. ഓക്കെ, ഇതിൽ പിന്നെയുള്ള ഒരു പ്രത്യേകത വൈഫൈ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇത് ഓൺ ചെയ്യുന്ന സൗണ്ടാണ് ഇപ്പോൾ കേട്ടത്. ഓക്കെ, ഇത് ഓൺ ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. കണ്ടോ, ഇതിൽ ഉള്ളൊരു പ്രത്യേകതയാണിത്. ഇപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞില്ലേ, ഇവിടെ അതുപോലെ നമ്മൾ ഓരോ ഓപ്ഷൻസ് എടുക്കുമ്പോൾ അത് പറയും. പിന്നെ ഇതിൽ വൈഫൈ സപ്പോർട്ടാണ്, അതുപോലെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കാൻ പറ്റും. അതായത് ഒരു പിടിക്ക് രണ്ട് പക്ഷേ രണ്ട് സിം യൂസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ വൈഫൈ സപ്പോർട്ടാണ്. സ്പീക്കിംഗ് വോയിസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇതിൽ. അത് ഒരു പ്രത്യേകതയായിട്ട് തോന്നി എനിക്ക്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർച്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലൊരു ജിയോ സിം ഇട്ടിട്ട് അതിൻ്റെ വൈഫൈ ഓൺ ആക്കാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഫോണിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ പ്രത്യേകത ഉണ്ട്. കാരണം നിങ്ങൾക്ക് എടുത്ത് കാണിച്ചാൽ കാണാം, മെസ്സേജ് അങ്ങനെ പറയുന്നത് കണ്ടോ. ഓക്കെ, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്പറൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെ ഇത് ക്യാമറ എടുത്ത് കാണിച്ചാൽ. ഓക്കെ, ക്യാമറ എടുത്ത് കാണാം. അപ്പോൾ നമ്മൾ ക്യാമറ വന്നിട്ടുള്ളത് ആകെ 1.3 MB ആണ്. അപ്പോൾ അതിനുള്ള ക്ലിയർ ഉണ്ടാവുള്ളൂ. വീഡിയോ എടുക്കാം, ക്യാമറ എടുക്കാം. ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കാം എന്ന് മാത്രം. ഒരു വണ്ടി നമ്പർ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാമെന്നെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാം, അത്ര മാത്രമേ പറ്റുള്ളൂ. അല്ലാണ്ട് ഇത് ഒരു വലിയ ക്യാമറ ഒന്നും അല്ല. ഓക്കെ, എന്നാലും ജസ്റ്റ് ഞാൻ കാണിച്ചു തന്നതാണ്. ക്യാമറ എടുക്കാം, വീഡിയോ എടുക്കാം, റെക്കോർഡർ ഉണ്ട്. നമുക്ക് ഇതിൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ കാർഡ് ഇടാം. അതായത് SD കാർഡ് നമുക്ക് അഡീഷണൽ ആയിട്ട് ഇടാം. ഡ്യുവൽ സിം ആണ്. ഓക്കെ, അതും എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ തന്നെയാണ്. ഡ്യുവൽ സിം തന്നെയാണ് ഇതിൽ. അതുപോലെ ഓഡിയോ പ്ലെയർ, FM, ബാക്കി എല്ലാ സെറ്റിങ്സും അതൊക്കെ ഉണ്ട്. ഓക്കെ, റെക്കോർഡ് ചെയ്യാം, കോൾ റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, നമുക്കിതിന് ടോർച്ച് ഒന്ന് നോക്കാം. ടോർച്ച് എങ്ങനെയുണ്ടെന്ന് അടിച്ചു നോക്കാം. ടോർച്ചിൻ്റെ ബട്ടൺ ഞെക്കി പിടിച്ചാൽ ടോർച്ച് ഓണായിട്ട് അത്യാവശ്യം നല്ല പവറുള്ള ടോർച്ച് തന്നെയാണ്. ഇവിടെ നല്ല വെളിച്ചുള്ള ഏരിയ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര മനസ്സിലാവാത്തത്. അത് വീണ്ടും ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഓഫ് ആവുകയും ചെയ്യും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ടോർച്ചിൻ്റെ ഇത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ കുഞ്ഞൻ ഫോണിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും. നല്ല ഉപകാരിയായ ഒരു കുഞ്ഞൻ ഫോണാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഞാൻ അപ്പോൾ അത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാം എന്തൊക്കെ ഇതിനുള്ള ഉപയോഗമുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ വേറെ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് വൈഫൈ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ നല്ലൊരു ഫോണാണ്. ഈ സ്മാർട്ട് ഫോണൊന്നും യൂസ് ചെയ്യാൻ അറിയാത്ത വീട്ടിൽ വയസ്സായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന ഫോണാണ്. അച്ഛന്മാർക്കൊക്കെ നമുക്ക് മേടിച്ചെടുക്കാം.
അവർക്കൊക്കെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. അമ്മമാർക്കൊക്കെ വേണമെങ്കിൽ മേടിച്ചു കൊടുക്കാവുന്ന ഒരു ഫോണാണ്. നമുക്കും തന്നെ യൂസ്ഫുൾ ആയ ഫോണാണ്. ഒരു ഐഫോണൊക്കെ ഉള്ളവർക്ക് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് സെക്കൻഡ് ഫോൺ എന്ന രീതിയിൽ യൂസ് ചെയ്യാവുന്ന ഫോണാണ്. എൻ്റെ ആവശ്യം അത് തന്നെ ആയിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആപ്റ്റായിട്ട് ഫോണ് ഇതാണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾക്ക് ഫോണിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം. ഈ ഫോൺ എങ്ങനെയുണ്ട്, വർത്ത് ഓഫ് മണി ആണോ, അല്ലെങ്കിൽ ഇത് ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ താഴത്ത് പറയാം. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ബെല്ലൈക്കൻ മറക്കാണ്ട് ഇനാബിൾ ചെയ്യുക. ഈ വീഡിയോ വേറെ ആർക്കെങ്കിലും ഉപകാരപ്പെടും, അപ്പോൾ അവർക്ക് വേണ്ടി ഷെയർ